വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോ ബഡ്ജറ്റ് വേഴ്സസ് ഹൈ ബഡ്ജറ്റ് ഫുഡ് ചാലഞ്ച്. നിങ്ങൾക്ക് മുന്നിൽ ഈ ബൗളുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഗയ്സ്, ഞങ്ങൾ വീണ്ടും ഒരു ഫുഡ് ചാലഞ്ച് ആയിട്ടാണ് ഇന്ന് കാലത്തിന് ശേഷമാണ് ഗയ്സ് ഞങ്ങൾ ഒരു ഫുഡ് ചാലഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ബൗളുകളെ ഞങ്ങൾ കുറെ കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എത്ര ബൗളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ബൗളുകൾ ഞങ്ങളെ വിട്ടുപോലെ. എത്ര വർഷങ്ങളായില്ലേ? ഇതിന്റെ മുന്നേ നമുക്ക് ഒരു ടൈപ്പ് ബൗൾ ഉണ്ടായിരുന്നു, അത് ഒരുപാട് വർഷം മുന്നിൽ നിന്നു. പക്ഷേ ഇതിനിടയിൽ നമ്മൾ കുറെ ബൗളുകൾ വാങ്ങി നോക്കി, പക്ഷെ അതൊന്നും നിലനിന്നില്ല. ഇതൊക്കെ ബൗൾ മാത്രമാണ് ആ ഒരു രീതി, അത് പെർഫെക്റ്റ് ആണ്. അതെ, അപ്പോ ഈ ഓരോ ബൗളിനുള്ളിലും വരാൻ പോകുന്ന ഫുഡുകൾക്കാണ് ഗയ്സ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അതെ, ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഹൈ ബഡ്ജറ്റിലുള്ള ഫുഡുകളായിരിക്കും വരിക, വിച്ച് മീൻസ് കൂടുതൽ പൈസ ചെലവാക്കിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡും. അതായത് അതിൽ നമ്മളെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാവും. കുറച്ച് ചിലപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും വരുന്നത്, അപ്പൊ ചിലപ്പോൾ ഭയങ്കര വെറൈറ്റി ഫുഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതെ, പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയണം, ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. പിന്നെ മറ്റു ബൗളിൽ നമുക്ക് ലോ ബഡ്ജറ്റിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ റൗണ്ട് ഗെയിംസ് കളിക്കണം ഗയ്സ്. അതെ, ആ ഗെയിംസ് കളിച്ചിട്ട് അതിൽ വിന്നർ ആവുന്നവരൊക്കെയായിരിക്കും ഹൈ ബഡ്ജറ്റിലുള്ള ഫുഡ് കിട്ടാൻ പോകുന്നത്. അത് കേട്ടിട്ട് അപ്പൊ ഗയ്സ് നമുക്ക് ഓരോ റൗണ്ടിലും ഓരോരോ ഗെയിംസ് ആയിരിക്കും വരിക. ആ ഗെയിംസിൽ ആരാണോ വിന്നർ ആവുന്നത് അവർക്ക് ഹൈ ബഡ്ജറ്റും, അല്ലാത്തവർക്ക് ബാക്കി നോർമൽ ലോ ബഡ്ജറ്റ് ഫുഡും ആയിരിക്കും ഉണ്ടാവുക. എന്തൊക്കെ ഗെയിംസ് ഒക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇതുവരെ ഗെയിംസ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഒരു സാധനം കാണുന്നില്ല ഗെയിംസിന്റെ ഒന്നും. ഇവിടെ ഉള്ള എന്തെങ്കിലും വെച്ച് ഞങ്ങൾക്ക് പണി തരാനായിരിക്കും, അതാണ് അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് കടക്കാം. അപ്പൊ ഗയ്സ് നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് എന്തോ ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഗെയിം പറഞ്ഞോളൂ. ഗെയിം വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ആ ബോളിന്റെ താഴത്ത് ഒരു ലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, തുറക്കാൻ പാടില്ല. നിങ്ങൾ ഞാൻ സ്റ്റാർട്ട് പറയുന്ന സമയത്ത് അതിന്ന് ഓരോ ബോളായിട്ട് കളക്ട് ചെയ്യണം. ഓരോ ബോളായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾ അവസാനം കളക്ട് ചെയ്ത് വരുന്ന സമയത്ത് അതിലുള്ള ബോൾസ് ഒക്കെ തീരുമല്ലോ. അത് തീർന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ലോട്ട് തുറന്നു നോക്കാം. ആ ലോട്ടിന്റെ ഉള്ളിൽ ഒരു കളർ എഴുതിയിട്ടുണ്ടാവും. ആ കളറുള്ള ബോൾ ഏറ്റവും കൂടുതൽ ആരെ കയ്യിലാണോ ഉള്ളത് അവർക്കായിരിക്കും ഹൈ ബഡ്ജറ്റ് ഫുഡ് കിട്ടുക. ഓരോന്ന് മാത്രല്ലേ. 3, 2, 1 സ്റ്റാർട്ട്. ഇതൊന്നും ഞാൻ എടുത്തല്ല, അതൊന്നും പോയി. ഓരോന്ന് ചെയ്താ നിലത്തും പോകുന്നുണ്ട് അതിനനുസരിച്ച്. അതുപോലെ ഇപ്പൊ കയ്യിലുള്ളത് മാത്രമേ നോക്കാൻ പാടുള്ളൂ, നിലത്ത് കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നീ ആ ലോട്ട് തുറന്നു നോക്കിയോ. എനിക്ക് ഒറ്റ പിങ്കാള്, അല്ല 2 പിങ്ക്. എനിക്ക് ഏത് വിങ്കാ? 1, 2, 3, 4 വിങ്ക്. 5 വിങ്ക്. അല്ല 5 വിങ്ക്. എനിക്കിതുണ്ട് 1, 2 പിങ്കുള്ളൂ. എനിക്കിത് ലൈറ്റ് കളറും ഡാർക്ക് കളർ പിങ്കും കൂടെ ഗയ്സ് 5 പിങ്കാണുള്ളത്. എനിക്ക് 3 പിങ്കാണുള്ളത്. പിന്നെ ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ ആട്ടോ കൂടുതൽ. അറിയോ ഓറഞ്ച് യെല്ലോ ആണ് കാക്ക എഴുതിട്ടുണ്ടാവുക. ഹൈ ബഡ്ജറ്റ് ഫുഡ് കിട്ടാവോ? അതെ, ഞങ്ങൾക്ക് 2 പേർക്കും ലോ ബഡ്ജറ്റ്. സാരില്ല, എന്താ വരുന്നത് നോക്കാം. അതെ, കണ്ണടച്ചിരിക്കട്ടെ. റെഡി, കണ്ണുറന്നോ? തുറന്നു. നല്ലൊരു മണം വരുന്നുണ്ട് ഗയ്സ്. നല്ല ക്യാപ്സിക്കത്തിന് ഞങ്ങളതായിരിക്കുമല്ലോ എന്തായാലും നല്ല മണം. അത് പറയാൻ പറ്റൂല. ലോ ബഡ്ജറ്റിലേക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വരും അല്ലേ? ഗോൾഡൻ കളറൊക്കെ ഇങ്ങനെ വരുന്ന പ്ലേറ്റാ. തുറന്നേക്കാം. 3, 2, 1 ഗോ. ആ നൂഡിൽസിന് ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്താ ഡെക്കറേഷൻ തന്നെ ഒരുപാട്. ഇതിന്റെ പേര് നൂഡിൽസ് ആണ്. ഞങ്ങളത് മാഗിയാന്ന് തോന്നുന്നില്ല. കണ്ടോ ഗയ്സ്, നടുക്ക് ഒരു ബുൾസ ഉണ്ട്, പിന്നെ സൈഡില് ചിക്കൻ ഒക്കെ ഉണ്ട് ഗയ്സ്. ഇത് എക്സ്പെൻസീവ് നൂഡിൽസ് ആണ്, ഏഷ്യൻ ബൗൾ നൂഡിൽസ്. ഓ താങ്ക് യു. അല്ല, ഞങ്ങൾക്ക് ലോ ബഡ്ജറ്റ് ആകുമ്പോ ചൂടാറി തണുത്ത് ഇത് മറ്റേ എന്താ പറയാ മുറിച്ച് തിന്നാൻ പറ്റുന്ന പരുവത്തിലാണ്. അപ്പം പോലെ ഉണ്ട്. അപ്പം വെക്കണം. ഞാൻ കഴിക്കുന്ന എന്റെ എത്ര നേരം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒട്ടിപ്പോവൊന്നുമില്ല. അത് കാണുന്നുണ്ട്. കുറച്ചിങ്ങനെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നു. കണ്ടോ, പിന്നെ എത്ര നൂഡിൽസ് തിന്നാലും മതിയാവും. ഇങ്ങനെ ബുൾസ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെ നൂഡിൽസ് എടുക്കുക, അതിന്റെ കൂടെ ഒരു ചിക്കൻ. എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താ ചിക്കൻ എടുക്കാത്ത ഞാൻ നോക്കിയിരുന്നു.
ശരി ഇമ്പളെ നോക്ക് ഇതെന്താ ടേസ്റ്റ് ഉണ്ട് ചൂടില്ലാത്തതിന് ഒരു കുഴപ്പമാണോ കുറച്ച് സ്പൈസി കൂടെ ആയിട്ടുള്ള ഒരു നൂഡിൽസ് ആണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അറിയാം ഞങ്ങളിത് ഇങ്ങനെ എടുത്താല് കഷ്ണം മുറിച്ച് ഇങ്ങനെ കേക്ക് ഒക്കെ പോലെ എങ്ങനെ എടുക്കാൻ പറ്റുന്ന അപ്പം ഇങ്ങനെ എടുത്താല് ഒറ്റ കുത്തുന്ന ഇങ്ങനെ കിട്ടും സാധനം. പിന്നെ നിങ്ങൾക്ക് മാഗിനെ പറ്റി കൂടുതൽ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ശരിക്കും നല്ല മാഗിന്റെ ഒരു ടേസ്റ്റ് അതന്നെ. നല്ല മാഗി ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ അപ്പം പോലെ ആക്കി ഇങ്ങനെ ലോ ബഡ്ജറ്റിൽ ഇപ്പൊ നമ്മള് ഈ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തരുന്നത്. പുറത്ത് വയ്ക്കുന്ന ആവി പറക്കുന്ന മാഗി കിട്ടും. ഊട്ടി പോയപ്പോ നല്ല മാഗി വീട്ടിലെ മാഗി അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് ലോ ബഡ്ജറ്റ്. ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെ ഇതിനെക്കാളും ടേസ്റ്റ് ഉള്ള സാധനമായിരുന്നു ആ മാഗി എന്ന് പറയുന്നത്. ഊട്ടിലല്ലേ കാക്ക് ഇവിടെ അല്ലേ? ഊട്ടിലല്ല ഊട്ടിലുള്ളവന് അപ്പൊ അത് നോക്കിയിട്ട് ഉണ്ടാക്കി തരണേ. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കൊറേ നേരം ഉണ്ടാക്കിയ സമയത്ത് നല്ല ചൂട് മാറിയിരുന്നു. പക്ഷെ കാസറോളിൽ അടച്ചു വെച്ചപ്പോ തണുത്തു പോയി. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ലോ ബഡ്ജറ്റ് ആണ് സംഭവം. ആ കാസറോള് നല്ലപോലെ അടച്ചു വെച്ചിട്ട് ചൂടുണ്ടാവേനു. അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഷമി, ആ മാഗിന്റെ കൂടി അത് തിന്നാതിരിക്കാന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ നടന്നില്ല. ആ മാഗിന്റെ കൂടി ഇതേപോലത്തെ വിളിച്ചുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. എന്തോ പ്രത്യേക തരം സോസ് ഒക്കെ ഉണ്ട്. ഡ്രാഗൺ ചിക്കൻ പോലെ കണ്ടിട്ടതാ തോന്നുന്നത്. ഇത് കണ്ടോ ഈ മാഗിന്റെ പ്രത്യേകത ഇതാണ്, ഒറ്റയടിക്ക് നമുക്ക് ഒരുപാട് കഴിക്കാം. അതാണ് ഈ മാഗിന്റെ അതിങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് നിർത്തിയാ മതി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കച്ച 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 കച്ചാ അതായത് നൂഡിൽസ് നമ്മള് കഴിക്കുന്നതല്ല, അതല്ല ഇവർക്ക്. ഇവർക്ക് അപ്പം കടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നും ജയിച്ചാൽ ഇത്ര സംഭവമാക്കേണ്ട ആവശ്യമില്ല. നോക്കട്ടെ അടുത്ത ജയിക്കാൻ പറ്റുമോ. ഈ ബുൾസൈ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. വേണം സാധാരണ എനിക്ക് ബുൾസൈ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ മാഗിയിലേക്ക് ഇങ്ങനെ നൂഡിൽസിലേക്ക് ഇങ്ങനെ ഒലിച്ചിട്ട് ഇങ്ങനെ അത് മിക്സ് ചെയ്ത് കഴിച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇപ്പൊ കിട്ടിയില്ലല്ലോ. ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടോ ബുൾസൈ നമ്മളിങ്ങനെ മടക്കുക. അതങ്ങനെ വിഴുങ്ങാനുള്ള പരിപാടി. അതാണ് ഉദ്ദേശം. കണ്ടോളൂ ഇവിടെ കുറച്ച് ബുൾസൈ ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഉദ്ദേശമാണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയില്ല. ഈ ഫോർക്കും കൊണ്ട് ഇവിടെ 24 മണിക്കൂർ ഇരിക്കല പണി നൂഡിൽസില്. കണ്ടോ അത് ഹിറ്റ് ചെയ്തു. കുറച്ച് സോസ് ഒക്കെ സോസും കൂടെ ആക്കുന്ന സമയത്താണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അതിനെ ഉദ്ദേശം ഇങ്ങനെ കഴിക്കണല്ലേ ഞാൻ കണ്ടോ. മാഗിയിലെ ഡ്രാഗൺ ചിക്കന്റെ സോസ് മുക്കാൻ പറ്റുമോ? ബ്ലെൻഡ് ആവില്ല. അതിന്റെ കൂടെ നമ്മൾ മാഗി എടുത്തതിന് ശേഷം ഒരു ചിക്കൻ എടുക്കുക കഴിക്കാം. ടിഷ്യൂ ഇല്ല. ഒരു ക്യാപ്സിക്കം ഉണ്ടല്ലോ, എന്താ കഴിക്കാത്തത്? ഒപ്പാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് റൗണ്ടിൽ ലോ ബഡ്ജറ്റും ഹൈ ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഗെയിം ഈ റിംഗ് എറിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ആ കോണിന്റെ ഉള്ളിൽ വീഴ്ത്താന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആരാണോ അതിൽ വീഴ്ത്തുന്ന ഓർക്കായിരിക്കും ഹൈ ബഡ്ജറ്റ് അല്ലേ? ഓക്കെ അപ്പൊ ആരാ തുടങ്ങണ്ടേ? ഞാൻ തുടങ്ങും. ഇതില് ഞങ്ങൾക്ക് ആർക്കും വലിയ ഇതില്ല, ഇല്ലാത്തതാണ്. ട്രൈ ചെയ്യാം. ആരാ തുടങ്ങുന്നത്? ശ്രീ തുടങ്ങിക്കോട്ടെ. ഒരാളടുത്തുള്ള പോയി അന്ന് അവിടെ പോയി ഇവിടെ ഇരുന്നിട്. പോയി അത് സത്യമാണ്. ശ്രീന്റെ 2 വീട്. ഓക്കെ എനിക്ക് ഒന്ന് പോയി. തുടക്കം തന്നെ ഞാൻ രണ്ടുപേരെ അവിടെ കൊണ്ടുവച്ചാൽ ജസ്റ്റ് മിസ് ചെയ്ത്. അപ്പൊ പോയി കണ്ണു വെക്കല്ലേ. ഞാനോ 5 ഓരോ ഒരാളാണ്. ഇവർക്ക് 3 ഒന്നുകൂടെ കൊടുക്കാം. ഗൈസ് നമ്മൾ ഫൈനൽസിലേക്ക് കടക്കുകയാണ്. ഇതിൽ ആരാണോ ജയിക്കുന്നത് ഒരു കാർഡ് ഹൈ ബഡ്ജറ്റ് ഫുഡ്. ഓക്കെ ഞാൻ ആദ്യം ഒന്ന് കിട്ടി.
കഴിച്ചോ. 2 രണ്ടെണ്ണം കൂടെ തരാം. അല്ല ഒന്ന് മതി. ഒന്ന് ഇനി വീഴ്ത്തിയാ മതി. ആരാണോ വീഴ്ത്തുന്നത് ഞാൻ വീഴ്ത്തി. നീ ശ്രീന്റെ കൂടെ തീരുമാനം ഒന്നുകൂടി കളിക്കണം. ഓക്കെ എന്റെ പോയി. അപ്പൊ ശ്രീക്കാണ് ഗൈസ് ഈ റൗണ്ടിലെ ഹൈ ബഡ്ജറ്റ് ഫുഡ് കിട്ടാൻ പോകുന്നത്. അപ്പൊ കണ്ടൻസിക്കാൻ ഫുഡ് പോന്നോട്ടെ. ഓക്കെ തുറന്നു. ശ്രീക്ക് എത്തി. ഇതോടെ പ്ലേറ്റ് അങ്ങോട്ട് പോയി. ഓക്കെ റെഡി തുറന്നോക്കാം. 3 2 1 ഗോ. സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ്. ഇതെങ്ങനെ കഴിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കാനുള്ള ക്ഷമ പോലെ സ്ട്രോബെറിന്റെ സിറപ്പോ അല്ല, സ്ട്രോബെറി ആണ് ഇതിന്റെ മുകളിൽ മുഴുവൻ. അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഈ ഒരു പീസ് ബ്രെഡ് ഇങ്ങനെ കഷ്ണം മുറിച്ചെടുത്തിട്ട് ഈ ഞങ്ങളത് കണ്ടോ? എനിക്ക് കൊതിയാവുന്നു. ബ്രെഡ് തിന്നട്ടെ. ഞങ്ങളിതുവരെ കണ്ടില്ലല്ലോ, നമ്മളിതുവരെ കഴിച്ചില്ലല്ലോ ഇതൊന്നും. ബനാന കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയത് ബ്രെഡ് ആണ് ഗൈസ്. കുഴപ്പമില്ല, നല്ല റൊട്ടിയോ? നല്ല റൊട്ടിയാണ്. നല്ല നാടൻ റൊട്ടിയാ. നാടൻ റൊട്ടി എന്ന് പറയുമ്പോ ലോ ബഡ്ജറ്റ് ആണ്. ഇത് നല്ല എക്സ്പെൻസീവ് ആണോ? നല്ല എക്സ്പെൻസീവ് ആണ്. ഇതും അതും കൂടി വെച്ച് നോക്കുമ്പോ സോഫ്റ്റ് റൊട്ടി ആട്ടോ ഗൈസ്. തിന്നാൻ പറ്റുന്നുണ്ടെന്നല്ല, അങ്ങനെ തന്നെ പാലൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്റ്റീം ചെയ്ത് നല്ല ചിക്കൻ സ്റ്റൂവും അല്ലെങ്കിൽ കഴിക്കാൻ നല്ല രസമുണ്ടോ? നല്ല സ്മെല്ലുണ്ട്. നല്ല സ്ട്രോബെറിന്റെ സ്മെല്ല് തിന്നാൻ പറ്റും തോന്നില്ലേ? പറ്റുകയൊക്കെ ചെയ്യും. ഓളെന്താ ഫ്രിഡ്ജിൽ വെച്ച് നാളെ തിന്നു. ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ആ കപ്പ കഴിച്ചു സാധനം. ഇതിങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോ തന്നെ എന്ത് സോഫ്റ്റ് ആയിട്ട് സാധനം കൊണ്ട് വരുന്നത് നോക്ക് ഗൈസ്. നിങ്ങൾക്ക് അപ്പൊ തന്നെ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. നല്ല ഇങ്ങനെ സോക്ക് ചെയ്തിട്ടുള്ള ബ്രെഡ്. അതിന്റെ മുകളിൽ സ്ട്രോബെറി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണെന്ന് ഈ കാണുന്നത്. നല്ല ഇഷ്ടമായിട്ട് തോന്നുന്നു. അതാണ് നല്ല തട്ടി വിടുന്നത്. പകുതി തീർത്തതിന്റെ ഞാൻ ബ്രെഡ് കഴിച്ചു. നമുക്ക് സാധാരണക്കാർക്ക് ബ്രെഡൊക്കെ തന്നെ വലിയ സംഭവമാണ്. റൊട്ടി വലിയ സംഭവമാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ ഉണ്ട്. മാത്രം കഴിക്കും. അല്ല, പതിനെട്ട് വരുന്ന സമയത്തില്ലേ കട്ടൻ ചായ എന്തോ നോക്കുമ്പോ ഞാൻ തിന്നുന്ന റൊട്ടി ഇതായിരുന്നു സല്ലോ, സത്യം. പക്ഷെ ഇനി മുതൽ ഇവിടെ പനി വന്നാലും സ്ട്രോബെറി കേക്കുണ്ട്. സത്യം. ഇനി പനി വന്നു കഴിഞ്ഞാൽ ശ്രീ ആദ്യം ചോദിക്കാം സ്ട്രോബെറി വേറൊന്നില്ലേ. ഒരു സമയത്ത് പുഡിംഗ് ഭ്രാന്തി. ഇനിയിപ്പോ ഇതിലോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത്. അതായത് കിണർ പോലെ ആക്കി വെച്ചിട്ട് ഒരു ഏരിയ കഴിക്കുന്നത്. നീറ്റിന്റെ അല്ല ഞാൻ പറഞ്ഞത്, ഒരു ഭാഗം. വേറൊരു ഫുഡ് ഇത്ര തിന്നുന്ന ഒന്നും കണ്ടില്ലല്ലോ അല്ലേ? ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് കഴിച്ചു എന്റെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ അത്ര മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സാധനമാണത്. ഇന്നത് കഴിഞ്ഞു കഴിച്ചു. എന്റെ റൊട്ടി ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചു. ഞാൻ സൈഡ് മാത്രമേ ഞാൻ കഴിച്ചില്ല. കൊതിയാണെന്തോ. അത് കാരണന്മാർക്ക് ഞങ്ങൾ കൊതിച്ച് നോക്കിയപ്പോ ഒന്ന് വീണു. ഓക്കെ ശുഭം, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാണ്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കാണ്. ഇവരുള്ള ഹൈ ബഡ്ജറ്റിലുള്ള 2 സാധനങ്ങൾ 2 പേരും തന്നു. എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അത് നമ്മളെ ഓരോ ഗെയിംസ് അനുസരിച്ചിട്ടല്ലേ. അതെ. ഇപ്പൊ ഞങ്ങൾക്ക് പെന്നും ഒരു പേപ്പറും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത് പറഞ്ഞില്ല. എന്താ ചെയ്യേണ്ടത്? അത് സിമ്പിൾ ചലഞ്ച് ആണ്. അതായത് എന്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. അതായത് 1 to 100 വരെയുള്ള ഒരു നമ്പർ. നിങ്ങൾ ഗസ് ചെയ്തിട്ട് ഒരു നമ്പർ എഴുതണം. ഞാൻ എഴുതിയ നമ്പറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണോ അവർക്ക് ഹൈ ബഡ്ജറ്റ് കിട്ടും. ഓക്കെ, മനസ്സിലായി. 1 to 100. 1 to 100 ഇടയിലുള്ള ഒരു നമ്പർ. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി? എഴുതിക്കോ. ഞാൻ എഴുതി. ഒരു ഇൻഡ്യൂഷൻ ആയിരുന്നു അത്. ഞാനും എഴുതി. ഓക്കെ, വായിച്ചോ. ഞാൻ 39. ഞാൻ 62. ഞാൻ 71. 27. 39. ഏതോ ഒന്ന് എഴുതാൻ വിചാരിച്ചിരുന്നു. അപ്പൊ തൊട്ടടുത്തുള്ളത് ശ്രീക്കാണ് 39. അപ്പൊ ശ്രീക്ക് ഹൈ ബഡ്ജറ്റ്. ഹൈ ബഡ്ജറ്റ് ഫുഡ് കൊണ്ടുപോയിരിക്കുകയാണ് ഗൈസ്.
അടുത്ത റൗണ്ട് റെഡി കണ്ടോ? അങ്ങനെ കഴിച്ച് നമ്മളെ ലോ ബഡ്ജറ്റ് ഫുഡും ഹൈ ബഡ്ജറ്റ് ഫുഡും വന്നിരിക്കുകയാണ്. സ്വർണ്ണപാത്രം അവിടെ തന്നെ. അപ്പൊ തുറന്നോക്കാം. കഴിഞ്ഞ റൗണ്ടില് റൊട്ടി ആയിരുന്നു, അത്ര പോലും കന ഈ പ്ലേറ്റ് ഇല്ല. തീരെ കടല്ല. ബനാന ഫ്രഞ്ച് ടോസ്റ്റ് ആയിരിക്കും. ഇനി വല്ല വെറൈറ്റീസ് അതിലേക്ക് വരാം. അതെ, അപ്പൊ തുറന്നോക്കാം. 3, 2, 1 go. കുഴപ്പമില്ല ഗൈസ്, റൊട്ടിക്ക് പകരം ഇത്തവണ കുറച്ചും കൂടെ ഒരു ബജറ്റിലുള്ള ക്രീം ബന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. ക്രീം അതിന്റെ ഉള്ളിലുണ്ട്. ശ്രീന്റെ നോക്കിക്കേ, ഇത് ബണ്ണിങ്ങനെ കുറച്ച് വടി പോലെ നിൽക്കുന്നുണ്ട്. ഇത് ബട്ടർ ക്രോസന്റ് ആണ്, അതിന്റെ മുകളിൽ ന്യൂട്ടല്ല ഇങ്ങനെ ഇതാക്കിയതാണ് തോന്നുന്നു ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. കാണുന്ന പോലെയല്ല, നല്ല എക്സ്പെൻസീവ് ആണ്. ആണല്ലേ? ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് കണ്ടിട്ടില്ലേ. ചോക്ലേറ്റ് കഴിക്കുന്നു. ശ്രീക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഗൈസ് ഇപ്പൊ ഹൈ ബഡ്ജറ്റിൽ കിട്ടിയത് മൊത്തം. ഓക്കെ, ഇങ്ങനത്തെ ടോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഇങ്ങനത്തെ ക്രോസന്റ് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇനി എത്ര റൗണ്ട് ഉണ്ട്? എനിക്ക് വല്ല സ്കോപ്പ് ഉണ്ടോ പറയാൻ വേണ്ടി ചോദിക്കുക. ഇനി എത്ര പോയാലും അത്ര റൗണ്ട് ഒന്നും ഇല്ല. ക്രീം ബന്നും നല്ല ടേസ്റ്റ് ഉണ്ടോ? അതിന്റെ അത്ര ഇല്ല എന്തായാലും. ശരിയാ. ഇതിന്റെ ഉള്ളില് ബട്ടറാണ് ഗൈസ്, ബട്ടർ ബന്നാണിത്, സോറി ബട്ടർ ക്രോസന്റ് ആണിത്. അപ്പൊ പുറത്ത് ന്യൂട്ടലും രണ്ടും കൂടെ നല്ല ചേർച്ചയാണ്. അതാ ഞാൻ പറയാൻ വന്നത്. സാധാരണ ക്രീമൻ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി, പക്ഷെ ഇത് വെറുതെ പറയല്ല, നല്ല എന്തോ ബോറിംഗ്, ഡ്രൈ അത് ഭയങ്കര. പിന്നെ ഒരു മരുന്നിന് ഒരു ഫീൽ ആയില്ലേ നമുക്ക് ക്രീമിന്. ഇത് കഴിക്കുമ്പോ ഭയങ്കര ബട്ടറിന്റെ ആ ഒരു ടേസ്റ്റ് ഫസ്റ്റ് വയലേ കിട്ടുന്നത്, പിന്നെയാണ് ആ ന്യൂട്ടല ഹിറ്റ് ചെയ്യുന്നത്. അത്രയും ഭയങ്കര ബട്ടറി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ടേസ്റ്റാ. അപ്പൊ ബട്ടർ ന്യൂട്ടല ഫ്ലേവർ ആണ്. ഇത് കണ്ടോ, ഇതിന്റെ മുകളില് ഫസ്റ്റ് ന്യൂട്ടല ഇങ്ങനെ ക്രോസ് ആയിട്ട് അങ്ങനത്തെ ഒരു ഡിസൈനും, പിന്നെ ഇതിന്റെ ചോക്ലേറ്റ് പീസസ് ആണ് ഇത് മൊത്തം അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ലോ ബഡ്ജറ്റ് ആ ലെവലിൽ തന്നെ കഴിക്കാൻ പാടും. മറ്റേ ഡയറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മള് ജങ്ക് ഫുഡ് ഇങ്ങനെ കഴിക്കാം, അതേപോലെ ഇത് ഞങ്ങളിങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ക്രീമിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. ക്രീമിന് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതിന് മാത്രം ഈ വാങ്ങിയത് രസമില്ല. അതെല്ലാം ഏറ്റവും ലോ ബഡ്ജറ്റ് നോക്കി വാങ്ങിയതായിരിക്കും, അതാണ്. ഇത് ലോ ബഡ്ജറ്റിന് കുഴപ്പമില്ല, ഇത് വാങ്ങിയ വേണോ? എടുത്തോ അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാണ്. ഈ റൗണ്ട് എനിക്ക് തോന്നുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ മുട്ടായി പെറുക്കലാണ്. അതെ, ഫോർക്കും പ്ലേറ്റും തന്നിട്ടുണ്ട്, പിന്നെ കുറെ മുട്ടായികൾ ഇവിടെ ഉണ്ട് ഗൈസ്. ചോക്ലേറ്റ്സ് ആണ്. ഇതാ ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കോരി എടുക്കാനായിരിക്കും അല്ലേ? ഓക്കെ, 30 സെക്കൻഡ്സ് ആയിരിക്കും സമയം ഉണ്ടാവുക. 30 സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആരാണോ കളക്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും ഹൈ ബഡ്ജറ്റ്. 30 സെക്കൻഡ്സ് ഉണ്ട്. 30 സെക്കൻഡ്സ്. ഓക്കെ. 3, 2, 1 സ്റ്റാർട്ട്. ഇത് കുറച്ച് മെനക്കെടാട്ടോ. അയ്യോ, ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ. 2 താഴെ വീണ് 3 ശ്രീക്ക് കിട്ടിയില്ലേ? 3 കിട്ടും. 3നെ പിന്നാലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുക ഇവിടെ. 3 അതിലേക്ക് നോക്കിയില്ല. 3 മാത്രമേ ഞാൻ കേട്ടുള്ളൂ. 2, 3, 4, 5, 6, 7 ചോക്ലേറ്റ്. ഞാൻ 3. ഇതും എന്റെ കയ്യിൽ നിന്ന് പോയി. ഈ റൗണ്ടില് 5ക്ക് ഹൈ ബഡ്ജറ്റ്, ഈ ചാലഞ്ചിൽ 5ക്ക് ഹൈ ബഡ്ജറ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ടായിരുന്നു. ഫുഡ് വരട്ടെ. റെഡി? കണ്ണുറന്നോ? കണ്ണുറന്നു. അങ്ങനെ 2 റൗണ്ടുകൾക്ക് ടൈഗർ ബിസ്ക്കറ്റ്. ഇതെന്താ? ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ. ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. ഞാനും കേട്ടിട്ടുണ്ട്. കോഫി, ചോക്ലേറ്റ്, അങ്ങനെ എന്തൊക്കെ ഫ്ലേവർ. കോഫി 5ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ല എന്തെങ്കിലും മുന്നിൽ കൂടെ എങ്ങനെ പോവാണല്ലോ. ഞങ്ങൾക്ക് പണ്ടേത്തെ ടൈഗർ ബിസ്ക്കറ്റ് ആണ് ഗൈസ്. ഒരു പാക്കറ്റ് ഒന്ന് നന്നായി. ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ. ഞാൻ ഇതുവരെ കഴിച്ചില്ല. അടിയിൽ ടഫാണെന്ന് തോന്നുന്നു. നല്ലോണം കുറച്ചിങ്ങനെ ഇതായിട്ടുള്ള സാധനം കണ്ടോ? അതിന്റെ കഷ്ണം കാണിച്ചെടുക്ക്.
ഇങ്ങനെ ലെയർ ആയിട്ട് കഴിച്ചോട്ടെ. മെൽറ്റ് ആയി പോപ്പത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കോഫിന്റെ ഫ്ലേവർ നല്ല കോഫിന്റെ ഫ്ലേവർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. ഒരു ഗ്ലാസ് പാല് തരായിരുന്നു. അതെ, ടൈഗർ ബിസ്ക്കറ്റ്. ഓ പൊട്ടിട്ട് ഞങ്ങളെല്ലാരും ആദ്യമായിട്ട് കാണ്. ഒരുപാട് ഞങ്ങൾ ഓരോന്ന് പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. കിഡിലാണ് ഡെസേർട്ട് ഗൈസ്. അങ്ങനെ നല്ല വയലറ്റ് അങ്ങനെ ക്രീമി ഇങ്ങനെ സോഫ്റ്റ് ആയി അലിഞ്ഞു പോകുന്നത്. അതിന്റെ നടുവിൽ കേക്കാ, അതിന്റെ നടുവില് കേക്ക് എന്തോ ആണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫിംഗർ ബിസ്ക്കറ്റ് പോലത്തെ സാധനം ഇങ്ങനെ കോഫിയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് അതിൽ ക്രീമൊക്കെ തേച്ച് അങ്ങനെ എന്തോ സംഭവമാണത്. ടൈഗർ ബിസ്ക്കറ്റ് പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ടേസ്റ്റ് മാറിയില്ലേ? വ്യത്യാസം രസം കുറച്ച് കുറഞ്ഞു. പണ്ടത്തെ ആ ഒരു ടൈഗർ എഴുതിയിട്ടുള്ള ഒരു സാധനം ശരിയാ. അതല്ല, അത് അതിന്റെ പുലിന്റെ നഖൊക്കെയാണ് ഇപ്പൊ. പുലിന്റെ ആ പാടുകൾ, പുലിന്റെ പാടുകളാണ് ഇത് ഇവിടെ ഉള്ളത്. ഇത് അതിന് പകരം ഇവിടെ ടൈഗർ എന്ന് എഴുതിയിട്ടുള്ള പണ്ട് ഇവിടെ മൊത്തം വരവരായിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. പക്ഷേ ഈ ബിസ്ക്കറ്റ് ഭയങ്കര ലോ ബഡ്ജറ്റാ. 10 രൂപയ്ക്ക് എത്ര ബിസ്ക്കറ്റ് കിട്ടും അറിയാം? ഒരുപാട് ബിസ്ക്കറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് അഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന സാധനം. അഞ്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാ, കാരണം അത് നല്ല കോഫിന്റെ ഫ്ലേവർ ഇട്ടുണ്ട്. ഇത് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന്റെ മുകളിലും ചോക്ലേറ്റ് അല്ലേ? ഇതിന്റെ മുകളിൽ എനിക്ക് തോന്നിയത് കൊക്കോ പൗഡർ ആണെന്ന്. പിന്നെ ഇതിന്റെ മുകളിൽ ക്രീം ഇല്ലേ, ഇതൊരു പ്രത്യേക തരം ക്രീം ആട്ടോ. അതാ കണ്ടോ? അത് അങ്ങനെ എടുത്ത് നശിപ്പിക്കല്ലേ? അല്ല, ഞാൻ ആ ഭാഗം തിന്നു. ഇങ്ങനെ ഒരു ബട്ടറി ആയിട്ടുള്ള ഒരു സാധനം കഴിച്ചത്. 2 ബിസ്ക്കറ്റ് ഒന്നിച്ച് തിന്നാം. ക്രീം ബിസ്ക്കറ്റ് എങ്ങനെയാ വൈകുന്നു? അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്ര അടിപൊളി സാധനം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ 10 ബോൾസ് വീതം തന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഇങ്ങനെ എറിഞ്ഞിട്ട് നമ്മുടെ മുന്നിലുള്ള ബോളിൽ വീഴ്ത്താം. ചെയ്തിട്ട് വേണം എറിയാൻ. ഓക്കെ, നമുക്ക് 10 എണ്ണം ഉള്ളത്. ടൈമർ ഉണ്ടോ? ടൈമർ ഇല്ലല്ലേ? 10 എണ്ണത്തിൽ എത്ര മാക്സിമം ഇടുന്നു? ഏറ്റവും കൂടുതൽ വീഴുന്ന ആൾക്ക് ഹൈ ബഡ്ജറ്റ് ഫുഡ് കിട്ടും. ഓക്കെ, റെഡി? 3, 2, 1 ഗോ. എനിക്ക് 5 എണ്ണോ? എനിക്ക് 4 എണ്ണം. എനിക്ക് 4 എണ്ണോ? എനിക്ക് ഇതുവരെ ഒരു ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് കിട്ടിയില്ല ഗൈസ്. സാരല്ല, 5ക്ക് ഈ ചാലഞ്ച് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടല്ലോ. പക്ഷെ ഇത് ഭയങ്കര അൺലക്കി ആയി പോയി. ചില ചാലഞ്ചിൽ ഞാനാണ് ഇങ്ങനെ ഇരിക്കുക. എനിക്ക് അധികം അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്തോ ഭാഗ്യോ, എനിക്ക് ഒന്ന് മാത്രമേ കിട്ടി. അപ്പൊ കണ്ടടച്ചിരിക്കുക ഗൈസ്. നമ്മള് ഹൈ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ഫുഡ് വരട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് സല്ലിക്ക് എല്ലാം ഒറ്റ ദിവസം വാങ്ങിക്കാം. റെഡി? കണ്ടോ? തുറന്നു. ആരും ഇളക്കാൻ പാടില്ല. അങ്ങനെ തന്നെ തുറക്കണം. ഓക്കെ, 3, 2, 1 ഗോ. ഇത് പ്രാപിച്ചതല്ലേ? കട്ടൻ ചായ. കട്ടൻ ചായ, കട്ടൻ കാപ്പി. കട്ടൻ ചായ. താങ്ക് യു. നല്ല കട്ടൻ ചായ. പിന്നെ ഇത് കുടിച്ചു തീർത്തു. ചാലഞ്ചിൽ ഒന്നും കിട്ടാത്ത വിഷമത്തിൽ കട്ടൻ ചായ ഇട്ടപ്പോ വേഗം വലിച്ചു നല്ല സുഖം. ക്ഷീണായി, കുറെ ഗെയിം കളിച്ച് തോറ്റിട്ടേ ക്ഷീണം വരുന്ന സമയത്ത് ഒരു കാര്യം പറയട്ടെ, നമുക്ക് ക്ഷീണം വരുന്ന സമയത്ത് നമുക്ക് ഫ്രാപ്പച്ചിനോ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല ഗൈസ്. അതിന് കട്ടൻ ചായ ഉണ്ടാവും. ചില സമയത്ത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ അങ്ങനെ കുറെ ക്ഷീണിച്ചിരിക്കുന്ന അപ്പോഴും കട്ടൻ ചായ വേണം. അല്ലല്ല, അപ്പം ഫ്രാപ്പിച്ചിനോ കിട്ടിയ അടിപൊളിയായിരിക്കും. ഇത് കണ്ടോ, നല്ല കിടിലൻ ചോക്ലേറ്റും എല്ലാം കൂടി ആയിട്ടുള്ള അടിപൊളി ഫ്രാപ്പിച്ചിനോ ആണ്. ഞാൻ കുടിച്ചു നോക്കട്ടെ. പേരൊന്നും എഴുതിയില്ല. ശ്രീലക്ഷ്മി കത്തിയാൻ വിട്ടുന്നു. പേരെഴുതി കിട്ടുമായിരുന്നല്ലോ ഈ ബോട്ടില്. എന്റെ ശ്രീലക്ഷ്മിക്കാന്ന് അറിയില്ലല്ലോ. പറയായിരുന്നു, നോട്ടിൽ കൊടുക്കായിരുന്നു കേട്ടോ, ഇൻസ്ട്രക്ഷൻ കൊടുക്കായിരുന്നു. ഫോർ ദ ഗെയിം വിന്നർന്ന് കൊടുക്കായിരുന്നു അല്ലേ? മുതൽ ഇങ്ങനെ എന്തേ വാങ്ങുമ്പോ എഴുതണം കേട്ടോ, ഫോർ ദ ഗെയിം വിന്നർ ശ്രീലക്ഷ്മി. സ്പെഷ്യലി ഫ്രാപ്പിച്ചിനോ കണ്ടപ്പോ മനസ്സിലായി. സിപ്പ് ചെയ്ത് കുടിക്കാൻ രസം. ഗുപ്തന് ഊതി കുടിക്കാൻ, ഗുപ്തന് ഊതി കുടിക്കാനും ഇഷ്ടം. അതുപോലെ സിപ്പ് ചെയ്ത് കുടിക്കാൻ.
മതി 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 മതി. അതിനെ പറഞ്ഞ ആദ്യം കട്ടൻ ചായ കുടിച്ചു തീർക്കണം. ഞാൻ തീർത്തു. ഇത് കഴിഞ്ഞില്ലേ? കട്ടൻ ചായക്ക് ഒരു വികാരല്ലേ ഷാബി? അതെ 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 അതത്രേ ഉള്ളൂ. ഒന്നും കിട്ടാത്തവർക്ക് പ്രത്യേകിച്ച്. ഭയങ്കര സങ്കടമുണ്ട്. അല്ല ഞാനില്ല, അതിൽ 5 മാത്രമേ ഉള്ളൂ guys. എനിക്ക് ആവശ്യത്തിനൊക്കെ സാധനം എനിക്ക് എന്താ കിട്ടിയ? റൊട്ടി കിട്ടി, ക്രീം ബന്ന് കിട്ടി, കട്ടൻ ചായ കിട്ടി, പിന്നെ ടൈഗർ ബിസ്ക്കറ്റ് കിട്ടി. ഇപ്പൊ വൈകുന്നേരത്ത് നല്ലൊരു ചായ കുടിച്ചൊരു ഫീൽ ആയില്ലേ? എല്ലാ നല്ല സാധനങ്ങളും feel ആയി. എന്തോ വേറൊന്നും കൂടി ഉണ്ടായിരുന്നു കിട്ടിയത്. അത് ക്രീം ആ ക്രീം ബന്ന് കിട്ടി, റൊട്ടി കിട്ടി, പറഞ്ഞു. പിന്നെ കട്ടൻ ചായ കിട്ടി, ടൈഗർ ബിസ്ക്കറ്റ് കിട്ടി. പിന്നെ തുടക്കത്തിൽ ഫസ്റ്റ് എന്തോ ഒരു സാധനം കിട്ടീനല്ലോ, നൂഡിൽസ്, മാഗി. മാഗി. ഇപ്പൊ വൈകുന്നേരം നല്ല കുറെ പലഹാരങ്ങൾ ചായ കുടിച്ചൊരു ഫീൽ ആയി. ചായ കുടിച്ച ഫീൽ നല്ല മാഗി നിന്നിട്ട് ടൈഗർ ബിസ്ക്കറ്റിനും കട്ടൻ ചായ ഒക്കെ കുടിച്ച് 2 റൊട്ടിയും നിന്ന് പഞ്ച് കിടക്കുന്ന ഞാൻ. എനിക്ക് ഫസ്റ്റ് നല്ല ഏഷ്യൻ ബൗൾ നൂഡിൽസ് കിട്ടി, പിന്നെ ബ്രെഡ് കിട്ടി, പിന്നെ ക്രീം ബന്ന് കിട്ടി, തിരാമിസ കിട്ടി. അത് എന്ത് ടേസ്റ്റാന്നറിയോ? പിന്നെ ഇപ്പൊ ലാസ്റ്റ് കട്ടൻ ചായയും കിട്ടി. എനിക്ക് ഏകദേശം ഇങ്ങനെ മീഡിയം ലെവലാണ് നിൽക്കുന്നത്. എനിക്ക് ആ ഹൈ ബഡ്ജറ്റിൽ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ ആ ടോസ്റ്റ്, സ്ട്രോബെറി ടോസ്റ്റ്, അതിനെക്കാട്ടി എനിക്ക് ഇഷ്ടമായത് ക്രോസന്റാ. സ്ട്രോബെറി ടോസ്റ്റ്, ഈ സംഭവം ഫ്രാപ്പുച്ചിനോ, പിന്നെ മാഗി കിട്ടി. പിന്നെന്താ ഒന്നും കൂടെ ടൈഗർ ബിസ്ക്കറ്റ്. ടൈഗർ ബിസ്ക്കറ്റ് അത് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ guys, ഇതായിരുന്നു ഇന്നത്തെ ചാലഞ്ച്. നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു. 5ക്ക് അത്ര അടിപൊളിയല്ലേ? തീരെ അടിപൊളിയല്ല. എനിക്ക് തീരെ അത് ശരിയായിട്ടില്ല guys. ഇനി അത് വേണമെങ്കിൽ അടുത്ത റൗണ്ട് വെച്ചിട്ട് നന്നാവും നോക്കണം. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കിട്ടാത്തതിന്റെ വിഷമം നിങ്ങൾ കമന്റ് ബോക്സിൽ പറ. മറ്റൊരു അടിപൊളി വീഡിയോ. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. This is Srilakshmi. This is Soumya. This is Sanjita. Signing off.